ഹലോ കൂട്ടുകാരെ, ഭദ്രമാറ്റ് സീരിയലിലെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അനാമിക്കാണെങ്കിൽ ഒരു എട്ടിൻ്റെ പണി തന്നെ കിട്ടിയിരിക്കുകയാണ് കേട്ടോ. ദേവയാനിയും നയനയും കൂടെ ആ ഒരു സ്ഥലമൊക്കെ വന്ന് കണ്ടിട്ട് പോയിട്ടാണെങ്കിലും അവർക്ക് നല്ല സംശയമുണ്ട്. അതാണെങ്കിൽ നമ്മുടെ വേണുവിനും അനാമിയയ്ക്കും രേവതിക്കും ഒക്കെ മനസ്സിലാവുന്നുമുണ്ട്. അങ്ങനെ അവരും തിരിച്ച് വീട്ടിൽ വന്നതിന് ശേഷം അവർ മൂന്നുപേരും കൂടി ഇങ്ങനെ ഇരുന്ന് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രേവതിയാണെങ്കിലും പറയുന്നുണ്ട്, നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഒപ്പിച്ചെങ്കിലും അവർക്ക് നല്ല സംശയമൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നൊക്കെ പറയുന്നുണ്ട്. അനാമികയാണെങ്കിലും പറയുന്നുണ്ട്, അവർക്കിപ്പോൾ സംശയം ഇല്ലെങ്കിലും ആ കൂടെ വന്ന ഒരുത്തിയുണ്ടല്ലോ, അവരെല്ലാം പറഞ്ഞു കൊടുത്ത് അവരെ ഒരു സംശയത്തിന് മുന്നിൽ എത്തിക്കും എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ രേവതിയാണെങ്കിലും അനാമികയോട് ചോദിക്കുന്നുണ്ട്, അങ്ങനെ ആ ദേവയാനിയുടെ കൂടെ നയന കൂടെ വരുന്നുണ്ടായിരുന്നെങ്കിൽ മോള് അനിയുടെ അമ്മയും കൂടെ കൂട്ടായിരുന്നല്ലോ, അവരും കൂടെ വന്നിരുന്നെങ്കിൽ നമുക്കതൊരു സപ്പോർട്ട് ആയേനല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് രേവതി. അപ്പോൾ വേണു ആണെങ്കിലും പറയുന്നുണ്ട്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല രേവതി, അവരും കൂടെ വന്നിട്ടുണ്ടെങ്കിലുണ്ടല്ലോ പിന്നെ അവർക്കും കൂടെ അതൊരു സംശയമാകും. ഇനി ജാനകിയും കൂടി സംശയിച്ചു തുടങ്ങിയ പിന്നെ നമ്മൾ വിചാരിക്കുന്നിടത്തൊന്നും കാര്യങ്ങൾ നിൽക്കില്ല എന്നൊക്കെ പറയുകയാണ്. അനാമികയ്ക്ക് എന്നിട്ട് നല്ല ദേഷ്യം വരികയാണ് കേട്ടോ. അനാമിക ഉടനെ വേണുവിനോട് ദേഷ്യത്തിൽ തന്നെ ചോദിക്കുന്നുണ്ട്, അച്ഛൻ എൻ്റെ സ്വർണ്ണമെല്ലാം എടുത്ത് വിറ്റിട്ട് പോലും അച്ഛൻ്റെ കടങ്ങളൊന്നും ഇതുവരെ തീർന്നില്ലെന്ന് ചോദിക്കുകയാണ്. വേണു ആണെങ്കിലും പറയുന്നുണ്ട്, എൻ്റെ പൊന്നു മോളെ, പലിശക്കടമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതാവസാനം വരെ തീരാതെ ഇങ്ങനെ കിടക്കും. എത്ര കൊടുത്താലും പിന്നെ അത് തീർന്നു കിട്ടണമെന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അനാമിക പറയുന്നുണ്ട്, ആ കടങ്ങളൊക്കെ തീർക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ മുന്നിട്ടിറങ്ങണം, അല്ലാതെ അച്ഛനെ കൊണ്ടൊന്നും ഒന്നിനും കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വേണുവിനെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിക്കുകയാണ് കേട്ടോ. നിന്റെ അച്ഛൻ ഇപ്പോൾ ആരോടെങ്കിലും പൈസ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പോലും ഇപ്പോൾ കൊടുക്കില്ല. ഇനിയുള്ള ആകെ പ്രതീക്ഷ അനന്തപുരിയിലുള്ള സമ്പത്ത് മാത്രമാണെന്നൊക്കെ നമ്മുടെ രേവതിയും പറയുന്നുണ്ട്. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, നയന കൂടെ വന്നതുകൊണ്ട് തന്നെ ഇനി ആ പ്രോപ്പർട്ടിയെക്കുറിച്ച് അവൾ ഒരു അന്വേഷണം നടത്താതിരിക്കില്ല. അവളുടെ മട്ടും ഭാവമൊക്കെ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയെന്നൊക്കെ പറയുന്നുണ്ട്. വേണു പറയുന്നുണ്ട്, ആ പ്രോപ്പർട്ടിക്ക് ഒരു ഇടനിലക്കാരൻ മാത്രമേ ഉള്ളൂ, അയാൾ എന്തായാലും നമ്മളെ ചതിക്കും, പിന്നെ എവിടെ നമ്മൾ ആ പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസ് എടുക്കാനാന്നൊക്കെ ഇങ്ങനെ വേണു ചോദിക്കുന്നുണ്ട്. അനാമിക പറയുന്നുണ്ട്, അവളായതുകൊണ്ട് ഒന്നും പറയാൻ പറ്റത്തില്ല. സ്വന്തം ഭർത്താവ് തെറ്റ് ചെയ്തുകൊണ്ട് തന്നെ അതിൻ്റെ ശ്രദ്ധ തിരിക്കാനായിട്ട് നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ അത് അവൾ ഉയർത്തി കാട്ടാൻ ശ്രമിക്കുമെന്ന് തന്നെ പറയുകയാണ്. എന്തുയർത്തി കാണിച്ചാലും ശരി മോളെ, അവൻ ചെയ്ത തെറ്റൊന്നും അത്ര പെട്ടെന്നൊന്നും മാഞ്ഞു പോകാൻ പോണില്ല. അതുകൊണ്ട് മോള് അനിയുടെ അമ്മയുടെ അബിയുടെയും അബിയുടെ അമ്മയുടെയും ഒക്കെ ഒപ്പം നിന്നുകൊണ്ട് തന്നെ ആദർശിനെ ഒളിഞ്ഞും മറിഞ്ഞും ഒക്കെ ഉപദ്രവിച്ചുകൊണ്ടേ ഇരിക്കണം എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അനാമികയാണെങ്കിലും പറയുന്നുണ്ട്, എന്താണെന്നറിയില്ല, അബിയേട്ടനാണെങ്കിലും ഇപ്പോൾ പഴയതുപോലെ ഒന്നിനും ഒരു ഉഷാറ് കാണിക്കുന്നില്ല, അബിയേട്ടന് എന്തോ പേടിയൊക്കെ ഉള്ളതുപോലെ തോന്നുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം വേണുവാണെങ്കിലും പറയുകയാണ്, എങ്ങനെ അവൻ ഭയക്കാതിരിക്കും, അവനും ഈ പറയുന്ന പോലെ അത്ര നല്ല ആളൊന്നും അല്ലല്ലോ, അവൻ്റെ കയ്യിലും എല്ലാ കള്ളത്തരങ്ങളും ഉണ്ട്, ഞാൻ തന്നെ പല പ്രാവശ്യം അവൻ വേറെ പെണ്ണുങ്ങളുടെ കൂടെ ചുറ്റിത്തിരിയുന്ന കണ്ടിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അവൻ തല്ലിപ്പൊളിയാണെന്നുള്ള പേരുണ്ട്, പക്ഷെ അതുപോലെ അല്ലല്ലോ ആദർശിൻ്റെ കാര്യം, അവൻ മിസ്റ്റർ ക്ലീനായിട്ട് നടന്നുകൊണ്ടിരുന്നതല്ലേ, എന്നിട്ടാ അവൻ ഇങ്ങനൊരു പരിപാടി കാണിച്ചെന്നൊക്കെയുള്ള രീതിയിൽ നമ്മുടെ രേവതിയാണെങ്കിലും പറയുന്നുണ്ട്. അപ്പം നമ്മുടെ അനാമിക പറയുന്നുണ്ട്, അന്ന് സോഷ്യൽ മീഡിയയിലൂടെ ആദർശേട്ടനെ ഒന്ന് താറടിക്കാൻ നമ്മൾ ശ്രമിച്ചായിരുന്നു, പക്ഷെ അതും നടന്നില്ല. മൂർത്തിസ് ജ്വല്ലറിലെ MDയുടെ പഴയകാല ചരിത്രങ്ങളൊക്കെ ഒന്ന് പുറത്തു കൊണ്ടുവന്ന് ഒന്ന് നാറ്റിക്കേണ്ടതായിരുന്നു, എന്തായാലും അതും നടന്നില്ല. അതിനും മുന്നിട്ടിറങ്ങിയത് അബിയേട്ടനാ, പിന്നെ അതെന്തുകൊണ്ടാണ് തണുത്തു പോയെന്നുള്ളത് മനസ്സിലാവുന്നില്ല എന്ന് പറയുകയാണ്. വേണു പറയുന്നുണ്ട്, മോള് വിഷമിക്കേണ്ട, അവൻ തണുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവനെ ചൂടാക്കി എടുക്കാവുന്നേ, അതിനുള്ള അവസരങ്ങളൊക്കെ ആദർശം നയനയും സൃഷ്ടിക്കട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യം ചെയ്യാം. ഇപ്പം നമ്മുടെ കയ്യിലുള്ള കച്ചിത്തുരുമ്പാ അത്, അവിടെ നിനക്ക് എന്തെങ്കിലും തട്ട് കിട്ടിയാൽ നമ്മൾ ആ കാര്യം എടുത്ത് എല്ലാവരെയും പറഞ്ഞ് നാറ്റിക്കുമല്ലോ, അതുപോലെ തന്നെ മൂർത്തിയും മൂർത്തിയുടെ കുടുംബവും ഈ സമൂഹത്തിന് മുമ്പിൽ നാറി വെളുക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അനന്തപുരി തറവാട്ടിലാണെങ്കിൽ എല്ലാവരും നല്ല ഉറക്കത്തിലാണ് കേട്ടോ. ആ സമയത്താണ് നമ്മുടെ നവിയുടെ കുഞ്ഞാണെങ്കിലും കിടന്ന് കരയുന്നത്. കുഞ്ഞു കിടന്ന് കരയുന്ന കേട്ടിട്ട് പോലും അബി എഴുന്നേൽക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അബിയോട് നവ്യ ദേഷ്യപ്പെടുന്നുണ്ട്. എടാ അബി, എണ്ണിക്കടാ, കുഞ്ഞ് കരയുന്ന കേട്ടിട്ട് നീ എന്താടാ എഴുന്നേക്കാത്ത എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. കുഞ്ഞിന് എന്ത് പറ്റി, കുഞ്ഞ് കരഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞിനെ സമാധാനിപ്പിക്കേണ്ടത് നീ തന്നെയല്ലേ എന്നൊക്കെ ഇങ്ങനെ അബി ആണെങ്കിലും നവ്യയോട് ദേഷ്യപ്പെടുന്നുണ്ട്. നവ്യ ആണെങ്കിലും പറയുന്നുണ്ട്, 2-3 ദിവസമായിട്ട് കുഞ്ഞ് ഇങ്ങനെ തന്നെയാണ്, കുഞ്ഞ് ഒരേ കരച്ചിലാണ്, അത് കേട്ടിട്ട് പോലും നീ മൈൻഡ് ചെയ്യുന്നില്ല, എന്ത് പറഞ്ഞാലും കൊള്ളാം, നീ എന്തായാലും ഒഴിഞ്ഞു മാറാൻ നിൽക്കല്ലേ, എനിക്ക് നല്ല ക്ഷീണമുണ്ട്, 2-3 ദിവസമായിട്ട് മര്യാദയ്ക്ക് ഉറങ്ങാൻ പോലും പറ്റിയിട്ടില്ല, അതുകൊണ്ട് എഴുന്നേറ്റ് കുഞ്ഞിനെ നോക്കിക്കോ, ഞാൻ ശകല നേരം കിടന്ന് ഉറങ്ങട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുന്നേറ്റ് കുഞ്ഞിനെ എടുത്ത് അബിയുടെ കയ്യിലോട്ട് കൊടുക്കുകയാണ്. നവ്യ അബിയോട് കുഞ്ഞിനെ എടുത്തുകൊണ്ട് നടക്കാനും പറയുന്നുണ്ട് കേട്ടോ. ഇനി നീ കുഞ്ഞിനെ ഉറക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് നവ്യ ആണെങ്കിലും സുഖമായിട്ട് കയറി കിടന്ന് ഉറങ്ങുന്നുണ്ട്. അബിയാണെങ്കിൽ നേരെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ജലജയുടെ മുറിയിലോട്ടാണ് ചെല്ലുന്നത്. അവൻ്റെ ജലജയാണെങ്കിലും നല്ല ഉറക്കത്തിലാണ്. ജലജയാണെങ്കിലും ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുകയാണ്. അങ്ങനെ ഈ കുഞ്ഞിനെ എന്തിനാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ജലജയാണെങ്കിലും ദേഷ്യപ്പെടുകയാണ് കേട്ടോ അബിയുടെ അടുത്ത്. അബിയാണെങ്കിലും കുഞ്ഞിനെ അങ്ങോട്ട് കൊടുത്തിട്ട്, ഇന്നൊരു ദിവസം അമ്മ ഇത് നോക്ക്, അവളെന്തായാലും നല്ല ദേഷ്യത്തിലാണ്, അവൾ നല്ല ഉറക്കത്തിലാണ്, അവൾക്ക് മര്യാദയ്ക്ക് ഉറങ്ങാൻ പോലും പറ്റിയില്ല, അതുകൊണ്ട് കുഞ്ഞിനെ എന്നെ നോക്കാൻ പറഞ്ഞിട്ട് അവൾ കിടന്ന് ഉറങ്ങി, അമ്മയ്ക്ക് അറിയാമല്ലോ എനിക്ക് രാവിലെ ഓഫീസിൽ പോകാനുള്ളതല്ലേ, ഉറങ്ങിയില്ലെങ്കിൽ ശരിയാവില്ല അമ്മേ, അതുകൊണ്ട് അമ്മ ഈ കുഞ്ഞിനെ ഇന്നത്തേക്ക് ഒരു ദിവസം ഉറക്ക് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് കൊടുക്കുകയാണ്.
ജലജയ്ക്കാണെങ്കിലും ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ നിവൃത്തിയില്ലാതെ തന്നെ ജലജ കുഞ്ഞിനെ മേടിക്കുകയാണ് കേട്ടോ. അഭിയാണെങ്കിലും പറയുന്നുണ്ട്, "ഇപ്പം നവ്യയെ നമുക്ക് ദേഷ്യം പിടിപ്പിക്കാൻ പറ്റില്ലമ്മേ. നവ്യ നമ്മുടെ കൂടെ നിൽക്കേണ്ടത് അത്യാവശ്യമാണ്." മുത്തശ്ശനോടും അതുപോലെ തന്നെ ആദർശിനോടും നയനോടും ഒക്കെ നല്ല 2 വർത്താനം പറയാൻ ഇപ്പം ഈ വീട്ടിൽ പറ്റുന്നത് നവ്യയ്ക്കാണ്. അതുകൊണ്ട് നവ്യനെ നമ്മൾ ചൊടിപ്പിക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് എനിക്ക് അതിനൊന്നും മറുപടി പറയാൻ പറ്റില്ല അമ്മേ. അതുകൊണ്ട് ഇന്നൊരു ദിവസത്തേക്ക് മാത്രം അമ്മ ഇവനെ നോക്കുന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. എന്തായാലും ഇന്നൊരു ദിവസത്തേക്ക് ഞാൻ നോക്കാം. ഇനി മേലാൽ ഇത് ആവർത്തിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അഭിയോടാണെങ്കിലും ദേഷ്യപ്പെടുകയാണ്. അങ്ങനെ അഭി അവിടുന്ന് നൈസായിട്ട് മുങ്ങുകയാണ് കേട്ടോ. ജലജയാണെങ്കിലും ആ കുഞ്ഞിനെ തട്ടി ഉറക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ കിരണിനെയാണ്. അതായത് കിരൺ ആണെങ്കിലും ആദർശിനും നയനേനും വിളിപ്പിച്ചേക്കുവാണ് കേട്ടോ. ഇന്നലെ വേണുവും രേവതിയും അനാമികയും കൂടെ കാണിച്ചു കൊടുത്ത ആ ഒരു സ്ഥലം, അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും അതിൻ്റെ ഓണർഷിപ്പ് അതിൻ്റെ ഓണർഷിപ്പ് ആരുടെ പേരിലാണെന്നൊക്കെ ഉള്ളത് അറിയാൻ വേണ്ടിയിട്ട് തന്നെ നമ്മുടെ കിരണിനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം കിരണാണെങ്കിലും അത് അടിമുടി ഒന്ന് പരിശോധിച്ചിട്ട് അത് ആരുടെ പേരിലാന്നുള്ളതൊക്കെ കണ്ടുപിടിച്ചുകൊണ്ടാണ് ഇവരുടെ അടുത്ത് പറയാൻ വന്നിട്ടുള്ളത്. എന്നിട്ട് കിരൺ ആദർശിനോട് പറയുന്നുണ്ട്, "എടാ ആദർശേ, അഭിക്കും അവൻ്റെ അമ്മയ്ക്കും ഒക്കെ പറ്റിയ ആൾക്കാർ തന്നെയാണ് ഈ അനാമികയും അനാമികയുടെ അച്ഛനും അമ്മയും എന്തൊക്കെ എന്നുള്ളത്. എന്ത് പറ്റിയടാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും ഈ പ്രോപ്പർട്ടി ഒരു അമേരിക്കക്കാരൻ്റെ ആണെന്നുള്ളതും അത് നോക്കുന്നത് ഇവിടെയുള്ള ഒരു ഇടനിലക്കാരനും ഒക്കെയാണെന്ന് പറയുന്നുണ്ട്. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സൊക്കെ നടത്തുന്ന ആളാണ് അത്. എല്ലാ കാര്യങ്ങളും അയാൾ എന്നോട് പറഞ്ഞിട്ടുണ്ടെന്നും പറയുകയാണ്. അങ്ങർക്ക് അനാമികയും വേണുവും കൂടെ ഇച്ചിരി ചില്ലറയൊക്കെ കൊടുത്തിട്ട് തന്നെ കുറച്ച് നാളത്തേക്ക് ഈ പ്രോപ്പർട്ടി അയാളുടെയാണെന്ന് പറഞ്ഞേക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ആ പ്രോപ്പർട്ടിയുടെ A to Z കാര്യങ്ങൾ ആ ഇടനിലക്കാരൻ എന്നോട് പറഞ്ഞൊന്നും പറയുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ഒരു കാരണവശാലും അവരറിയരുതെന്നും പറയുകയാണ് കേട്ടോ. അനിയുടെ ജീവിതത്തിലിട്ട് ഒരിക്കലും വരാൻ പാടില്ലാത്ത ഒരു ബന്ധമായിരുന്നു അനാമികയുടേതെന്നൊക്കെ പറയുന്നുണ്ട്. അനിയുടെ ജീവിതത്തിൽ ഇങ്ങനൊരു പെണ്ണ് വന്നുകൊണ്ട് തന്നെ അനിയുടെ ജീവിതം ഇത്രയൊക്കെ ബുദ്ധിമുട്ടായി. അനിയെപ്പോലൊരു പാവം ചെറുക്കന് ഇങ്ങനെ ഒരുവള് ഒരിക്കലും വരേണ്ടതല്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അനന്തപുരിയിലെ സ്വത്ത് മുതലും കണ്ടിട്ട് തന്നെയാണ് അനാമിക അവിടെ കയറി കൂടിയത്. അല്ലാതെ അനിയോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പക്ക ഫ്രോഡാണ് അനാമികയുടെ ഫാമിലി എന്നുള്ളത്. ഇങ്ങനെയുള്ള ഒരു ക്യാരക്ടറുള്ള പെണ്ണിനെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ജീവിതകാലം മുഴുവൻ കരയേണ്ടി വരും. അതുകൊണ്ട് ഇനിയിപ്പോൾ എന്ത് വേണമെന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ കിരൺ. അനിയുടെ വിഷമങ്ങളൊക്കെ തീർത്തു കൊടുക്കേണ്ടത് നിങ്ങൾ തന്നെയാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഈ വാർത്ത ചൂടോടെ തന്നെ ദേവയാനിയോട് പറയാനായിട്ട് ആദർശും നയനയും കൂടെ വീട്ടിലോട്ട് വരികയാണ്. ആദർശാണെങ്കിലും ദേവയാനിയോട് പറയുന്നുണ്ട്, "ഞങ്ങൾ കിരണിനെ കണ്ടിട്ടാണ് വരുന്നത്. അവൻ ആ പ്രോപ്പർട്ടീനെ കുറിച്ചുള്ള A to Z കാര്യങ്ങൾ അറിഞ്ഞു. അതൊരു അമേരിക്കക്കാരൻ്റെ പറമ്പാണ്. അവരതൊരു ഇടനിലക്കാരനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ആ ഇടനിലക്കാരന് പൈസ കൊടുത്ത് സ്വാധീനിച്ചിട്ടാണ് വേണു ആ പ്രോപ്പർട്ടി സ്വന്തമാണെന്ന് പറഞ്ഞത്. അവർ പറഞ്ഞത് മുഴുവൻ കള്ളമായിരുന്നു അമ്മേ. ആ 12 സെൻറ്റ് സ്ഥലം അമേരിക്കക്കാരൻ്റെ മാത്രമാണ്. അവിടെ വീട് വെക്കാൻ വേണ്ടിയിട്ട് അത് മാറ്റി വെച്ചിരിക്കുക അയാൾ. അല്ലാതെ ആർക്കും അയാൾ അത് കൊടുത്തിട്ടില്ല." എന്നിങ്ങനെ പറയുമ്പോഴേക്കും തന്നെ ദേവയാനിക്ക് ആകെ ദേഷ്യം വരികയാണ് കേട്ടോ. ദേവയാനി ആണെങ്കിലും ചോദിക്കുന്നുണ്ട്, "അപ്പോൾ അവളുടെ അമ്മയും അച്ഛനും ഒക്കെ പറഞ്ഞത് കള്ളമാണ് മോളെ" എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, "ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഇപ്പോൾ ഒരുപാട് നടക്കുന്നുണ്ടമ്മേ. നോക്കാൻ ആളില്ലാത്ത പ്രോപ്പർട്ടി സ്വന്തമാണെന്ന് പറഞ്ഞ് വലിയ തുക അഡ്വാൻസ് വാങ്ങിയിട്ട് മുങ്ങുന്നവരൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള വാർത്തകളൊക്കെ ഇപ്പം ഒരുപാട് കേൾക്കുന്നുമുണ്ടല്ലോ" എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ദേവേനയാണെങ്കിലും ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട്, "അനിയെ ഇഷ്ടപ്പെട്ട അവൾ ഇവിടെ വരികയും ഇവിടുള്ളവരുടെ മനസ്സ് കീഴടക്കുകയൊക്കെ ചെയ്തപ്പോഴേക്കും കൂടുതലായിട്ടും അവളെക്കുറിച്ച് ഒന്നും അന്വേഷിച്ചില്ല എന്ന് പറയുകയാണ്. ശരിക്കും അവളുടെ വീട്ടുകാരെക്കുറിച്ച് അറിഞ്ഞിട്ട് മതിയായിരുന്നു അനിയുടെ കല്യാണമൊക്കെ. അതെങ്ങനെ പറ്റുമമ്മേ? അവൾ ഇവിടെ വന്നപ്പോൾ തന്നെ മുത്തശ്ശനെയും മുത്തശ്ശിയൊക്കെ കയ്യിലെടുത്ത് കളഞ്ഞില്ലേ? അവൾക്കും അവളുടെ വീട്ടുകാർക്കും അറിയാം ഈ വീടിൻ്റെ നിയന്ത്രണം മുത്തശ്ശൻ്റെ കയ്യിലാണെന്നുള്ള കാര്യം. അതുകൊണ്ടാണ് അവൾ മുത്തശ്ശനെയും മുത്തശ്ശിയും അത്രയ്ക്ക് സ്വാധീനിച്ചതെന്നൊക്കെ പറയുകയാണ്. ഓരോ സംഭവങ്ങൾ അറിയുമ്പോഴും എനിക്ക് എൻ്റെ മനസ്സിലേക്ക് വരുന്നത് നമ്മുടെ അനിയുടെ മുഖമാണ്. അവനും അവളും ബെഡ്റൂമിൽ രണ്ടായിട്ട് കഴിയുന്നത് എന്തുകൊണ്ട് നല്ലതാണെന്ന് എനിക്കിപ്പോൾ തോന്നുകയാണ്. അവൻ്റെ ഭാര്യയാകാനുള്ള ഒരു ഗുണവും അവൾക്കില്ല. ഏതായാലും ഞാൻ അവളെ ഒന്ന് കാണട്ടെ" എന്നൊക്കെ ഇങ്ങനെ ദേവയാനി ദേഷ്യത്തോടെ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട്, "അമ്മ ഇപ്പം എന്ത് ചെയ്യാൻ പോകും? അമ്മ ഇപ്പം എന്താ അവളോട് പറയാൻ പോകുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. "ആദ്യം ഞാൻ അവളുടെ അമ്മയെ അച്ഛനെ ഇങ്ങോട്ടേക്ക് വിളിപ്പിക്കും. എന്നിട്ട് പറയാനുള്ള കാര്യം അവരുടെ മുഖത്ത് നോക്കി തന്നെ ഞാൻ പറയുമെന്നും" പറയുകയാണ്. അങ്ങനെ ദേഷ്യപ്പെട്ട് ദേവയാനി അനാമികയുടെ അടുത്തോട്ട് ചെല്ലുകയാണ് കേട്ടോ. "ഇതിപ്പോൾ വലിയൊരു വഴക്കാകുമോ ആദർശേട്ടാ?" എന്നിങ്ങനെ നയന ചോദിക്കുമ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട്, "ആകുവാണെങ്കിൽ ആകട്ടെ. അനിയുടെ ജീവിതത്തിൽ നിന്ന് അവൾ പോവുകയാണെങ്കിൽ പോട്ടെ. അത് നല്ല കാര്യമല്ലേ" എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. "ഇതിനൊക്കെ കാരണക്കാരി ഞാനാണെന്ന് പറയുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും, "നീയല്ലല്ലോ. ഇതിനൊക്കെ കാരണം അവളുടെ അച്ഛനും അമ്മയും തന്നെയല്ലേ. പിന്നെ മറ്റുള്ളവർ പറയുന്നത് എന്തിനാ നമ്മൾ നോക്കുന്നേ? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ആൾക്കാർ വായിൽ വരുന്ന ഓരോന്ന് വിളിച്ച് പറയും. അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല" എന്നൊക്കെ ഇങ്ങനെ ആദർശം പറയുന്നുണ്ട്. "എവിടെയാണോ ശരി അവിടെ നമ്മൾ നിൽക്കുന്നു, അത്ര തന്നെ" എന്നൊക്കെ ഇങ്ങനെ ആദർശം പറയുകയാണ് കേട്ടോ. പിന്നെ നമ്മുടെ അനാമികയാണെങ്കിലും ഫോണിൽ ഇങ്ങനെ കുത്തിക്കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്ത് ദേവാനി അങ്ങോട്ടേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട്, "അനാമികയെ എത്ര പെട്ടെന്ന് നിൻ്റെ അച്ഛനോടും അമ്മയോടും ഇങ്ങോട്ടേക്ക് വരാൻ പറയണമെന്ന്." അനാമികയാണെങ്കിലും ചോദിക്കുന്നുണ്ട്, "എന്തിനാ വല്യമ്മയെന്ന്?"
ദേവയാനി പറയുന്നുണ്ട്, ഞാനത് അവരോട് നേരിട്ട് പറഞ്ഞോളാം. നീ ഇപ്പൊ ഞാൻ പറഞ്ഞത് ചെയ്യ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ അനാമിക്കാണെങ്കിലും ടെൻഷൻ ആവുകയാണ് കേട്ടോ. അനാമിക ചോദിക്കുന്നുണ്ട്, അല്ല പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരാൻ പറയുമ്പം അതിലെന്തെങ്കിലും കാരണം കാണുമല്ലോ വല്യമ്മേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അത് ദേവയാനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ദേവയാനി ആണെങ്കിലും പറയുന്നുണ്ട്, കാരണമൊക്കെ ഉണ്ട്. അതിപ്പോ നിന്നോട് മാത്രം പറയാനുള്ളതല്ല. നീ വേറെ ഒന്നും പറയണ്ട. നീ അവരെ വിളിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വരാൻ തന്നെ പറഞ്ഞാൽ മതി. ഇപ്പൊ തന്നെ വരണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് ദേവനെ അവിടുന്ന് പോവുകയാണ് കേട്ടോ. ആ സമയത്ത് തന്നെ നമ്മുടെ അനാമികയാണെങ്കിലും അവരെ വിളിച്ചിട്ട്, അച്ഛാ എല്ലാ കാര്യങ്ങളും പൊളിഞ്ഞു എന്നാ തോന്നുന്നേ. അച്ഛനോടും അമ്മയോടും ഇങ്ങോട്ടേക്ക് വരാനാ വല്യമ്മ പറഞ്ഞത്. അവരുടെ സംസാരം കേട്ടിട്ട് അത്ര പന്തിയല്ലെന്നാണ് എനിക്ക് തോന്നുന്നേ. അപ്പോൾ അച്ഛനും അമ്മയും പെട്ടെന്ന് തന്നെ ഇങ്ങോട്ടേക്ക് വാ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോഴേക്കും വേണുവിനാണെങ്കിലും രേവതിക്കാണെങ്കിലും ഒരു പന്തികേടൊക്കെ തോന്നുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം കള്ളമാണെന്ന് അവർക്ക് ബോധ്യമായിട്ടാണോ വേണുവേട്ടാ നമ്മളെ ഇങ്ങോട്ടേക്ക് വിളിക്കുന്നേ എന്നിങ്ങനെ രേവതി ചോദിക്കുന്നുണ്ട്. വേണു ആണെങ്കിലും പറയുന്നുണ്ട്, നമ്മൾ കണ്ണായ സ്ഥലത്ത് 10-12 സ്ഥലം കാണിച്ചില്ലേ, അവിടെ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ വീട് പണിയൊക്കെ തുടങ്ങണമെന്ന് പറയാൻ വേണ്ടിയിട്ടായിരിക്കുമെന്ന്. അപ്പം കിരണിനും കല്യാണിക്കും ഒക്കെയാണ് ആ കൺസ്ട്രക്ഷൻ പരിപാടി കൊടുക്കുന്നതെങ്കിൽ അതൊക്കെ വേണ്ടെന്ന് പറയണം വേണുവേട്ടാ എന്നിങ്ങനെ നമ്മുടെ രേവതി പറയുകയാണ് കേട്ടോ. അതൊക്കെ അന്ന് തന്നെ നമ്മൾ പറഞ്ഞതല്ലേ വേണ്ടെന്ന്. ചിലപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊന്നും പറയാനായിരിക്കില്ല വിളിക്കുന്നത്. അനാമികയും അനിയും ഏതു നേരവും വഴക്കല്ലേ. അതുകൊണ്ട് മൂർത്തി സാറ് തന്നെ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും ഇവർ വീട് വെച്ച് മാറട്ടെ എന്നുള്ള കാര്യം. അതുകൊണ്ട് വീട് പണിയൊക്കെ പെട്ടെന്ന് തുടങ്ങാൻ വേണ്ടിയിട്ട് പണം തരാനായിട്ടായിരിക്കും നമ്മളെ വിളിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അവര് തന്നെ പൈസ തന്നിട്ട് വീട് പണി തുടങ്ങാൻ പറഞ്ഞാൽ അവര് പറയുന്ന പോലെ നമ്മൾ ചെയ്യേണ്ടി വരില്ലേ എന്നൊക്കെ ഇങ്ങനെ രേവതി ചോദിക്കുമ്പോഴേക്കും, അതെന്തിനാ നമ്മൾ നോക്കുന്നേ? നമുക്ക് പണം കിട്ടിയാൽ പോരെ? അവര് അവര് പറയുന്നത് കേട്ട് അവിടെ വീട് പണി തുടങ്ങാൻ അത് നമ്മുടെ സ്ഥലമൊന്നും അല്ലല്ലോ രേവതി എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ രേവതി ആണെങ്കിലും ചോദിക്കുന്നുണ്ട്, അപ്പോൾ അവർ പണം തന്നാൽ നമ്മൾ വേണ്ടെന്ന് പറയണമെന്ന് ചോദിക്കുമ്പോഴേക്കും, അത് പിന്നെ പണം ആര് തന്നാലും വാങ്ങും, അത് നമുക്ക് വാങ്ങിച്ചെടുക്കാം. എപ്പോഴായാലും നമ്മുടെ മോൾ ഇങ്ങ് പോരുമല്ലോ, അതുകൊണ്ട് ആ പണം ഇങ്ങ് പോരട്ടെ എന്നിങ്ങനെ നമ്മുടെ വേണു പറയുന്നുണ്ട്. നമ്മുടെ മോളെ സ്വീകരിക്കാൻ അവിടെ ഒരുത്തൻ തയ്യാറല്ല. അപ്പൊ പിന്നെ ഇതൊക്കെ നഷ്ടപരിഹാരമായിട്ട് കണ്ടാൽ മതി. പിന്നെ അതിനുശേഷം കാശ് തിരിച്ചു ചോദിക്കുകയാണെങ്കിലേ ആദർശിന്റെ കഥകളൊക്കെ പുറത്തിടുമെന്നും പറഞ്ഞ് നമുക്ക് ഭീഷണിപ്പെടുത്താമല്ലോ. ഞാൻ പറഞ്ഞില്ലേ അതൊരു തുറപ്പിച്ചിട്ട് തന്നെയാ നമുക്ക്. ഇനിയിപ്പോൾ ആ അനിയുമായിട്ട് നമ്മുടെ മോള് പിണങ്ങി പിരിഞ്ഞ് വന്നാലും അനഘ എന്ന പെൺകുട്ടിയും അവളുടെ മോളും അനന്തപുരി തറവാട്ടിൽ വരാനുള്ളവരാണെന്നൊക്കെ പറയാം നമുക്ക്. അത് വെച്ച് നമുക്ക് മൂർത്തിയും കുടുംബത്തെയും നമുക്ക് ബ്ലാക്ക്മെയിൽ ചെയ്യുകയും ചെയ്യാം. നീ പെട്ടെന്ന് വാ, എന്തായാലും നമുക്ക് സമയം കളയാതെ തന്നെ അങ്ങോട്ടേക്ക് പോകാമെന്ന് പറയുകയാണ്. അനന്തപുരിയിലാണെങ്കിൽ അനാമിക ആകെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അനാമികയുടെ അച്ഛനോടും അമ്മയോടും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരാൻ പറയുന്നത് തന്നെ അവിടെ എന്തോ വലിയ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാനാണെന്നുള്ളത് നമ്മുടെ ജാനകിയും ജലജയും മനസ്സിലാക്കുകയാണ്. അപ്പോൾ ജാനകി ആണെങ്കിലും ദേവയാനോട് ചോദിക്കുന്നുണ്ട്, എൻ്റെ മരുമകൾ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടാലേ ഏട്ടത്തിക്കും ഏട്ടത്തിയുടെ മരുമക്കും സമാധാനം കിട്ടുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ജലജയാണെങ്കിലും പറയുന്നുണ്ട്, സമാധാനം മാത്രമൊന്നും അല്ലല്ലോ, ഇവരാഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ നിന്റെ മരുമോൾ പുറത്തു പോയാലേ പറ്റുള്ളൂ ജാനകി എന്നിങ്ങനെ ജലജയും പറയുകയാണ്. അതിനു വേണ്ടിയിട്ട് തന്നെ ഇതൊക്കെ ചെയ്യുന്നെന്നുള്ളത് എനിക്കറിയാം. ഇനി മോളുടെ അച്ഛനും അമ്മയും കൂടെ വിളിച്ച് അപമാനിക്കാനാണോ നിങ്ങൾ ശ്രമിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ദേവേനയാണെങ്കിലും പറയുന്നുണ്ട്, അവർ വരട്ടെ, അവരോട് ചോദിക്കാനുള്ളതൊക്കെ ചോദിക്കുമ്പം അവർക്ക് പറയാനുള്ളതും അവർ പറയും. അപ്പം നിനക്കും എല്ലാ കാര്യങ്ങളും മനസ്സിലാകും ജാനകി എന്നൊക്കെ ഇങ്ങനെ ദേവേന പറയുകയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വേണുവും രേവതിയും വരികയാണ് കേട്ടോ. അനാമികയാണെങ്കിലും പറയുന്നുണ്ട്, ദേ അച്ഛനും അമ്മയും എത്തിയെന്ന്. അങ്ങനെ അവരങ്ങോട്ടേക്ക് കയറി വരുമ്പോഴേക്ക് തന്നെ ജാനകിയാണെങ്കിലും എഴുന്നേറ്റിട്ട്, ആഹാ ഇതാരാ മോളുടെ അച്ഛനും അമ്മയോ, ബാ ബാ വന്നിരിക്കുന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവരെ ക്ഷണിക്കുന്നുണ്ട്. ആ സമയത്ത് ദേവയാനിയാണെങ്കിലും വലിയ മൈൻഡൊന്നും ചെയ്യുന്നില്ല. വേണുവിനും രേവതിക്കും ആണെങ്കിലും എന്തിനാണ് ഇപ്പം ഇങ്ങോട്ടേക്ക് വിളിപ്പിച്ചതെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാതെ ആകെ ഇങ്ങനെ പേടിച്ച് നിൽക്കുകയാണ്. ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ അനാമിക ഇങ്ങനെ കണ്ണുകൊണ്ട് കാണിക്കുന്നുണ്ട്, എന്താണെന്നറിയില്ല അച്ഛാ, എന്താണെന്നറിയില്ല എന്നൊക്കെ ഇങ്ങനെ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. ഇനി കള്ളങ്ങളെല്ലാം വെളിച്ചത്താകുമോ എന്നുള്ളൊരു പേടി 3 പേരുടെയും മുഖത്തുണ്ട് കേട്ടോ. നമ്മുടെ ദേവയാനിക്കാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുമുണ്ട്. ജാനകിയാണെങ്കിലും ഉടനെ തന്നെ ചോദിക്കുന്നുണ്ട്, അല്ല രേവതി എന്തുണ്ട് വിശേഷം, കുറേ നാളായല്ലോ നിങ്ങളൊക്കെ ഇങ്ങോട്ടേക്ക് വന്നിട്ട് എന്നിങ്ങനെ ചോദിക്കുകയാണ്. വേണു ഉടനെ പറയുന്നുണ്ട്, അല്ലെങ്കിലും ഞങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് വരാൻ ഇപ്പം വലിയ താല്പര്യമൊന്നുമില്ല. കാരണം ഞങ്ങളുടെ മോളിപ്പോൾ ഇവിടെ സന്തോഷത്തോടെയൊന്നും അല്ലല്ലോ ജീവിക്കുന്നത്. പിന്നെ ഞങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ മോൾ അങ്ങോട്ടേക്ക് വരുമല്ലോ. ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഇവിടെ ഉള്ളവർക്കും കൂടെ ഒരു ബുദ്ധിമുട്ടാക്കണ്ടെന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ വരാഞ്ഞത്. അപ്പോൾ ജലജയാണെങ്കിലും പറയുന്നുണ്ട്, അതെന്തായാലും നല്ല കാര്യമാണ് നിങ്ങൾ ചെയ്തത്. വെറുതെ ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഇവിടെ നടക്കുന്ന കാര്യങ്ങളും കൂടെ കണ്ടിട്ട് നിങ്ങൾക്കിനി വെറുതെ ഒരു മനവിഷമത്തിന് കാരണമാകണ്ട. അതേപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നടക്കുന്നതെന്ന് പറയുക. ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കും ദേഷ്യം വരികയാണ് കേട്ടോ. ആ ഒരു സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് ജയനും അജയനും ഇറങ്ങി വരുന്നുണ്ട്. ഒപ്പം നയനയും വരുന്നുണ്ട്. അജയനാണെങ്കിലും ഇവരെ വേണ്ട രീതിക്ക് മൈൻഡൊന്നും ചെയ്യുന്നില്ല. അതങ്ങോട്ട് ജാനകിക്കും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. ആ സമയത്ത് തന്നെ വേണു ആണെങ്കിലും ചോദിക്കുന്നുണ്ട്, അല്ല ദേവേനെ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത്, ഞങ്ങളിപ്പോൾ ഇങ്ങോട്ടേക്ക് വിളിപ്പിച്ച് എന്തിനാന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്.
അപ്പൊ ദേവയാനി പറയുന്നുണ്ട്, ഞാൻ പറയാൻ വരികയായിരുന്നു. നിങ്ങളെ വിളിപ്പിച്ചതേ ഇപ്പോൾ ഒരു അത്യാവശ്യ കാര്യം പറയാൻ വേണ്ടിയിട്ട് തന്നെയാണെന്ന് പറയുന്നുണ്ട്. എന്താ ദേവയാനി എന്നിങ്ങനെ രേവതി ചോദിക്കുന്നുണ്ട്. അനാമിക മോൾക്ക് ഞാൻ സമ്മാനമായിട്ട് കൊടുത്തിരുന്ന ഒരു നെക്ലേസ് ഉണ്ടായിരുന്നല്ലോ. ആ നെക്ലേസ് മോഷണം പോയെന്നാണ് അനാമിക മോള് പറഞ്ഞത് ആദ്യമൊക്കെ. പക്ഷേ അത് അനാമിക മോള് നിങ്ങൾക്ക് തന്നതായിരുന്നു. വെറുതെ എൻ്റെ നയന മോളെയും അവളുടെ വീട്ടുകാരെയും അന്ന് നിങ്ങൾ പഴിവെച്ചു. എന്നിട്ട് ആ സ്വർണം നിങ്ങൾ കടം വീട്ടാനായിട്ട് പലിശക്കാർക്ക് കൊടുക്കുകയല്ലേ ചെയ്തത്. നന്ദു SI ആയതിനു ശേഷം അതിലൊരു അന്വേഷണം നടത്തിയപ്പോൾ ആ സ്വർണം നിങ്ങൾ പലിശക്കാരന് കൊടുത്തെന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത്. നിങ്ങളും അനാമികയും കൂടെ കളിച്ച ഒരു നാടകമല്ലായിരുന്നോ അത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അവസാനം ഇപ്പം എന്തായി? നിങ്ങൾ തന്നെ പറഞ്ഞു ആ സ്വർണം നിങ്ങൾ വിറ്റത് മുഴുവൻ സ്ഥലത്തിന് അഡ്വാൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ള കാര്യം. പിന്നെ എന്തിനാണ് അത് നിങ്ങൾ വെറുതെ നയനമോളെയും അവളുടെ വീട്ടുകാരെയും പഴിചാരിയത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ പല സംഭവങ്ങളും എടുത്തു നോക്കിയാലും അതിലൊന്നും ഒരു വ്യക്തത വന്നിട്ടില്ലല്ലോ അത് വേണു എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ദേവയാനി ചോദിക്കുന്നുണ്ട്. അപ്പോൾ വേണു ആണെങ്കിലും തിരിച്ച് ചോദിക്കുകയാണ്, അല്ല ദേവയാനി ഇപ്പം എന്താ പറഞ്ഞു വരുന്നത്? ഞങ്ങൾ കള്ളത്തരങ്ങൾ കാണിക്കുന്നു എന്നാണോ ദേവയാനി പറഞ്ഞു വരുന്നതെന്നൊക്കെ ചോദിക്കുകയാണ്. ദേവയാനി ആണെങ്കിലും പറയുകയാണ്, അല്ല ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല. ഞാൻ എൻ്റെ ഒരു സംശയം ചോദിച്ചെന്നേ ഉള്ളൂ. ആ സ്ഥലത്തിന് അഡ്വാൻസ് കൊടുക്കാനായിട്ട് അനാമിക മോളുടെ സ്വർണ്ണം എല്ലാം എടുത്ത് നിങ്ങൾ വിറ്റു. ആ സ്വർണ്ണങ്ങളൊക്കെ വിറ്റ കാര്യം ഒന്നെങ്കിൽ അനിയുടെ സമ്മതത്തോടെയോ അല്ലെങ്കിൽ അനിയുടെ അമ്മയുടെയോ അച്ഛൻ്റെയോ ആരുടെയെങ്കിലും സമ്മതത്തോടെ വേണ്ടായിരുന്നോ ചെയ്യാൻ. നിങ്ങൾ അതൊന്നും ചെയ്തില്ല. അതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മറച്ചു വയ്ക്കുകയും ചെയ്തു. അതുപോലെ ഇന്നലെ നിങ്ങൾ സ്ഥലം കൊണ്ടേ കാണിച്ചില്ലേ, ആ സ്ഥലത്തിൻ്റെ കാര്യത്തിലും കുറച്ചും കൂടെ വ്യക്തതകൾ വരാനുണ്ടെന്ന് പറയുകയാണ്. അപ്പം വേണു ചോദിക്കുന്നുണ്ട്, എന്ത് വ്യക്തതയാ ദേവയാനി ഇനി വേണ്ടതെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. ആ സ്ഥലത്തിന് 1 കോടി രൂപ അഡ്വാൻസ് കൊടുത്ത് അത് എഗ്രിമെൻ്റ് ചെയ്തതാണ്. അമേരിക്കയിലുള്ള അയാൾ അമേരിക്കയിലുള്ള അയാളെ ഇനി നാട്ടിൽ വന്നതിന് ശേഷമല്ലേ ആ സ്ഥലം നമ്മുടെ പേരിലേക്ക് ആക്കാൻ പറ്റുള്ളൂ. അവിടെയാണ് മോക്കും അനിമോനും വേണ്ടി വീട് പണിയണമെന്ന് ഉദ്ദേശിച്ചേക്കുന്നതെന്നൊക്കെ പറയുകയാണ്. ആ സ്ഥലത്ത് എത്രയും പെട്ടെന്ന് തന്നെ അനാമിക മോക്ക് ഞങ്ങളൊരു വീട് പണിയുന്നുണ്ടെന്നും അവർ പറയുകയാണ് കേട്ടോ. ഇത് കേൾക്കുന്ന ജയനും അജയനും ഒക്കെ ആണെങ്കിലും ഒരു സംശയം വരികയാണ് കേട്ടോ. 1 കോടി രൂപ അഡ്വാൻസ് കൊടുക്കുകയോ? അത് ഏത് സ്ഥലത്തിനാണ്? ഇപ്പം ആരും അങ്ങനെ 1 കോടി രൂപയൊന്നും അഡ്വാൻസ് കൊടുക്കാറില്ല. ഏറിപ്പോയാൽ ഒരു 10 ലക്ഷം, അതിൽ കൂടുതലൊന്നും ആരും അഡ്വാൻസ് കൊടുക്കാറില്ല എന്നൊക്കെ ഇങ്ങനെ അജയനൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോഴേക്കും തന്നെ വേണുവും രേവതിയും കിടന്ന് പരങ്ങുകയാണ്. അപ്പോഴേക്കും ദേവയാനി ആണെങ്കിലും പറയുന്നുണ്ട്, അതൊക്കെ കൊണ്ട് തന്നെയാണ് ജയേട്ടാ എനിക്കും ഇക്കാര്യത്തിലൊക്കെ സംശയം ഉണ്ടായത്. ഇവരിങ്ങനെ പറയുന്നു. പിന്നെ നമ്മുടെ കിരണിന് ഈ കൺസ്ട്രക്ഷൻ വർക്കൊക്കെ കൊടുക്കാമെന്ന് പറയുമ്പോഴേക്കും ഇവരതിന് സമ്മതിക്കുന്നുമില്ല. ഇവർക്ക് പരിചയമുള്ള ആരൊക്കെയോ ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്. ഒന്നിലും അങ്ങോട്ടൊരു വ്യക്തത വരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പം ഇവരെ ഇങ്ങോട്ടേക്ക് വിളിപ്പിച്ചതെന്ന് പറയുകയാണ്. അപ്പോൾ അജയനാണെങ്കിലും പറയുന്നുണ്ട്, എന്തിനാ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്? നമുക്കറിയാവുന്ന നമുക്ക് പരിചയമുള്ള ആൾ തന്നെ ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ അവർക്ക് വർക്ക് കൊടുക്കുന്നതല്ലേ നല്ലത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ വേണു ആണെങ്കിലും പറയുകയാണ്, എനിക്ക് പരിചയമുള്ള എൻ്റെ സുഹൃത്തുക്കളുണ്ട്. ഞാൻ അവർക്ക് വർക്ക് കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. അതാകുമ്പോൾ സാധനമൊക്കെ ഇറക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വേണ്ട വിധത്തിൽ ചെയ്തോളും. എന്നിട്ട് ദേവയാനിയോട് ചോദിക്കുന്നുണ്ട്, എന്താ ദേവയാനിക്ക് ഇപ്പോഴും സംശയമാണെന്ന് തോന്നുന്നു. ഞങ്ങൾ ഇതൊക്കെ ചുമ്മാ പറയുന്നതാണെന്നാണോ ദേവയാനി വിചാരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ദേവയാനി പറയുകയാണ്, അതെ എനിക്കങ്ങനെ ഒരു സംശയമുണ്ട്. 1 കോടി രൂപ അഡ്വാൻസ് കൊടുത്ത് നിങ്ങളെ എഗ്രിമെന്റ് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. പിന്നെ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾക്കൊന്നും ഒന്നിനും ഒരു യോജിപ്പില്ല. അതുകൊണ്ട് നിങ്ങളുടെ ആ എഗ്രിമെന്റ് പേപ്പേഴ്സ് ഒക്കെ ഒന്ന് കാണാൻ പറ്റുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് പറയുകയാണ്. ഇത് കേൾക്കുമ്പോഴേക്കും അനാമയ്ക്കും വേണുവും രേവതിക്കും ഒക്കെ ആകെ ഒരു ഷോക്കാവുകയാണ്. പെട്ടെന്ന് ദേവയാനി ഇങ്ങനെ ചോദിക്കുന്ന അവർ ഓർത്തില്ല കേട്ടോ. അത് പിന്നെ ദേവയാനി ഇക്കാര്യത്തിനാണ് എന്ന് ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ആ പേപ്പറൊന്നും എടുത്തില്ല. അതൊക്കെ വീട്ടിലിരിക്കുകയാണ്. ഞങ്ങളത് എടുത്തോണ്ട് വന്നില്ല. അല്ല ദേവയാനി, മൊത്തത്തിൽ ഇപ്പോൾ ദേവയാനിക്ക് ഞങ്ങളെ സംശയമാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പിന്നെയും ചോദിക്കുന്നുണ്ട്. ഞങ്ങളുടെ പ്രവൃത്തികളിലെല്ലാം കള്ളത്തരമുണ്ടെന്ന് ദേവയാനിക്ക് തോന്നുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദേവയാനി ആണെങ്കിലും പറയുന്നുണ്ട്, എനിക്കങ്ങനെ തോന്നുന്നുണ്ട്. ആ ഒരു പ്രോപ്പർട്ടിയെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത് വേറെ കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഒന്നും കൂടെ കൺഫേം ആക്കാൻ വേണ്ടിയിട്ട് ചോദിച്ചെന്ന് പറയുകയാണ്. അപ്പോഴേക്കും നമ്മുടെ വേണു ആണെങ്കിലും പറയുന്നുണ്ട്, എന്തായാലും ഇന്ന് ഇവിടെ വരാൻ പറ്റിയോണ്ട് ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി. ഞങ്ങളുടെ മോള് അനിയുടെ ഭാഗത്തുനിന്ന് മാത്രമല്ല ഇവിടെയുള്ള ഓരോരുത്തരും ഏത് കണ്ണോടെയാണ് എൻ്റെ മോളെ കാണുന്നെന്നുള്ള കാര്യം, അതുപോലെ തന്നെ എന്തുമാത്രം പ്രഷർ സഹിച്ചാണ് എൻ്റെ മോൾ ഇവിടെ ഓരോ ദിവസം കഴിഞ്ഞുകൂടുന്നെന്നുള്ളത് ഞങ്ങൾക്കിപ്പോൾ നല്ലപോലെ മനസ്സിലായെന്ന് പറയുകയാണ്. ഓരോ പ്രാവശ്യം അവൾ ഓരോ സങ്കടങ്ങൾ അങ്ങോട്ടേക്ക് പറഞ്ഞുകൊണ്ട് വരുമ്പോഴും ഞങ്ങളെല്ലാം കേട്ട് ആശ്വസിപ്പിച്ച് വിടുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പോലും ഞങ്ങളുടെ മോൾക്ക് ഇവിടെ ഒരു സന്തോഷവും സമാധാനവും ഇല്ല. അതുകൊണ്ടാണ് ഇപ്പം അവിടെ ഒരു സ്ഥലം മേടിച്ച് മോളെയും മരുമോനെയും കൂടെ അങ്ങോട്ടേക്ക് താമസം മാറ്റിയാൽ അവരുടെ ജീവിതം സന്തോഷമായിട്ട് പോകുമെന്ന് കരുതിയാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അതിൽ പോലും നിങ്ങൾക്കിപ്പോൾ സംശയമാണല്ലേ? ഇനി ഇവിടെ നിൽക്കുന്നതുകൊണ്ട് അർത്ഥമില്ല രേവതി, നമുക്ക് എന്തായാലും പോകാം എന്നൊക്കെ പറയുകയാണ്. ഇനി എന്തായാലും ഞങ്ങളുടെ സത്യസന്ധത തെളിയിക്കാൻ ഞങ്ങളുടെ കയ്യിൽ വേറെ തെളിവുകളൊന്നുമില്ല. അപ്പോഴേക്കും ജാനകിക്കാണെങ്കിലും ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ജാനകിയാണെങ്കിലും, അയ്യോ അയ്യോ അങ്ങനെയല്ല പറഞ്ഞത് വേണു, രേവതി നിങ്ങൾ തെറ്റിദ്ധരിക്കല്ലേ.
അല്ലെങ്കിലും ഏട്ടത്തിക്ക് ഇങ്ങനത്തെ സ്വഭാവമുള്ളതാ. വീട്ടിൽ വിളിച്ചു വരുത്തിയിട്ട് അവരെ അപമാനിച്ച് വിടുകയാണോ ചെയ്യുന്നത്? എൻ്റെ മരുമകളുടെ അച്ഛനും അമ്മയുമാ അത്. അവരെ ഇങ്ങനെ ഇവിടെ അപമാനിച്ച് വിടാൻ ഞാൻ സമ്മതിക്കുകയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ ജാനകി. അപ്പോഴേക്കും ജാനകിയോടാണെങ്കിലും അജയൻ പറയുന്നുണ്ട്, ജാനകി നീ നിനക്കറിയില്ല ഇവരുടെ കാര്യങ്ങളൊന്നും, നീ മിണ്ടാതിരിക്കുന്നൊക്കെ പറഞ്ഞ് ജാനകിയോട് ദേഷ്യപ്പെടുകയാണ് കേട്ടോ നമ്മുടെ അജയൻ. വേണു ഉടനെ പറയുകയാണ്, എൻ്റെ മോളുടെ ഇവിടുത്തെ ജീവിതം ഭയങ്കര ദുഷ്കരമാണെന്നുള്ളത് ഞങ്ങൾക്ക് അറിയാം. എന്നിരുന്നാലും ഇന്നല്ലെങ്കിൽ നാളെ അനിയുടെ മനസ്സ് മാറും, എൻ്റെ മോളുമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കും എന്നൊക്കെ ഓർത്ത് തന്നെയാണ് ഞങ്ങൾ ഓരോ ദിവസവും കഴിഞ്ഞു പോകുന്നത്. എന്നിട്ടും ഇവിടെ ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇനി ഞങ്ങളുടെ മോളെ ഇവിടെ നിർത്താൻ ഞങ്ങൾക്ക് താല്പര്യമില്ലെന്ന് അവർ പറയുകയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഇനി എന്തായാലും ഞങ്ങളുടെ സത്യസന്ധത തെളിയിക്കാൻ ഞങ്ങൾ എന്തായാലും നിൽക്കുന്നില്ല, ഞങ്ങളുടെ മോളെയും കൂട്ടി ഞങ്ങൾ എന്തായാലും പോവുകയാണെന്നൊക്കെ പറഞ്ഞ് അവരങ്ങോട്ടേക്ക് ഇറങ്ങാൻ പോവുകയാണ്. ആ സമയത്ത് നമ്മുടെ ജാനകി ആണെങ്കിലും വലിയ ഷോ ഇറക്കുന്നുണ്ട്. അയ്യോ മോളെ, മോളെ കൊണ്ടുപോകല്ലേ, മോൾക്ക് ഞാനുണ്ട് ഇവിടെ, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും മോൾക്ക് ഞാനുണ്ട് ഇവിടെ, എനിക്ക് മോളെ ഇഷ്ടമാണ്, അതുകൊണ്ട് മോളെ കൊണ്ടുപോകല്ലേ എന്നൊക്കെ ഇങ്ങനെ ജാനകി പറയുന്നുണ്ട്. ആ സമയത്ത് ദേവയാനിയാണെങ്കിലും ദേഷ്യപ്പെട്ടിട്ട് പറയുന്നുണ്ട്, ജാനകി നിനക്ക് സത്യങ്ങളൊന്നും അറിയില്ല, നമ്മുടെ ഇവിടെ തന്നെ ലീഡിങ് കൺസ്ട്രക്ഷൻ കമ്പനി ഉള്ളത് നമ്മുടെ കിരണിനാണ്. കിരൺ ഏകദേശം ഇവിടങ്ങളിലുള്ള എല്ലാ സ്ഥലങ്ങളെക്കുറിച്ചും നല്ല അറിവുണ്ട്. എന്തായാലും കിരണുമായിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്തപ്പോൾ കിരൺ പറഞ്ഞു ആ സ്ഥലത്തിൻ്റെ യഥാർത്ഥ ഓണർ ആരാണെന്നും. ആദർശും നയനയും ആ സ്ഥലത്തിൽ ഒരു അന്വേഷണം നടത്തുക തന്നെ ചെയ്തു. കിരൺ വഴി ആദർശനും നയനയ്ക്കും ആ സ്ഥലത്തെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസും അറിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ആ സ്ഥലത്തിൻ്റെ ഓണർ അമേരിക്കക്കാരനായിട്ടുള്ള ഒരാളാണ്. ആ സ്ഥലത്തിൻ്റെ ഇടനിലക്കാരന് ഇവർ കുറച്ച് പൈസ കൊടുത്തിട്ടാണ് കുറച്ച് നാളത്തേക്ക് ആ സ്ഥലം ഇവരുടേതാണെന്നുള്ളത് ആക്കി തീർത്തേക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇവർ പറ്റിക്കുക തന്നെയായിരുന്നു. ജാനകി നിനക്കിതൊന്നും മനസ്സിലാകാത്തതാണ്. ഇവരുടെ പെരുമാറ്റത്തിലും ഇവരുടെ രീതിയിലും സംസാരത്തിലും എല്ലാം എനിക്ക് മനസ്സിലായതാണ് ഇതിലെന്തോ പന്തികേടുണ്ടെന്നുള്ള കാര്യം. സംശയിച്ചതുപോലെ തന്നെ ആ സ്ഥലം ഒരു അമേരിക്കക്കാരൻ്റെ തന്നെയാണ്. ഇവരതിന് 1 കോടി രൂപ അഡ്വാൻസും കൊടുത്തിട്ടില്ല. ഇവരുടെ ലക്ഷ്യം മറ്റെന്തോ ഒന്നാണ്. എനിക്ക് തോന്നുന്നത് അനന്തപുരിയിലെ സ്വത്ത് മുതലും കണ്ടിട്ട് തന്നെയാണ് ഇവളെ ഇങ്ങോട്ടേക്ക് കെട്ടിച്ചയച്ചത്, അല്ലാതെ അനിയോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല. നീ അത് ആദ്യം മനസ്സിലാക്കി ജാനകി എന്നിങ്ങനെ പറയുകയാണ്. ഇത് കേൾക്കുമ്പോഴേക്കും എല്ലാവർക്കും ഷോക്കാവുകയാണ്. ആരും ഇത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരടി കിട്ടിയതുപോലെ തന്നെ ആയിട്ടോ വേണു രേവതിക്കും. അവരൊരക്ഷരം പോലും മിണ്ടാതെ തല കുനിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ദേവേനെ അവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളെന്താ ഓർത്തത് ഞാൻ ഇതെല്ലാം കേട്ട് വിശ്വസിക്കുമെന്നോ? നിങ്ങളെപ്പോലെ അത്ര മണ്ടിയൊന്നും അല്ല ഞാൻ. എല്ലാ കാര്യങ്ങളും വ്യക്തതയോടെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അനാമിക ഈ കുടുംബത്തിൽ വന്നിട്ട് പല പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. അന്നൊന്നും ഞാൻ അവളെ സംശയിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴേ എൻ്റെ മുന്നിൽ വരുന്നത് അനിയുടെ ജീവിതമാണ്. പല ആണുങ്ങളുടെ കൂടെയും ഊരു ചുറ്റി പാർക്കിലും മറ്റും പോയിരുന്ന് ഇങ്ങനെ അഴിഞ്ഞാടി നടക്കുന്ന ഒരുത്തി ഈ വീട്ടിൽ എന്തായാലും മരുമകളായിട്ട് വേണ്ട. അതുകൊണ്ട് ഇവളെ നിങ്ങൾക്ക് കൊണ്ടുപോകാം, ഇനി ഇവിടെ ഇവളുടെ ആവശ്യമില്ലാന്നും പറയുകയാണ് കേട്ടോ. അങ്ങനെ ആകെ ജാനകിയാണെങ്കിലും ഇതൊക്കെ കേട്ടിങ്ങനെ ഷോക്കായി നിൽക്കുകയാണ്. ജാനകിക്ക് ഒന്നും പറയാനില്ല. ദേവയാനിയുടെ ഈ ഒരു അഭിപ്രായത്തോടെ എല്ലാവരും യോജിച്ച പോലെ തന്നെ ആരും ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. എൻ്റെ അനിമോൻ്റെ ജീവിതത്തിലേക്ക് ഒരിക്കലും വരാൻ പാടില്ലാത്ത ഒരുത്തിയായിരുന്നു ഇവള്. എന്നിട്ട് പോലും എല്ലാം ക്ഷമിച്ചും സഹിച്ചും ഒരു നല്ല ജീവിതം ഉണ്ടാകട്ടെ എന്ന് കരുതി ഞാൻ പലതും ക്ഷമിച്ചു, മിണ്ടാതിരുന്നു. എന്നിട്ട് പോലും നിങ്ങളും ഇവളും കൂടെ ചേർന്ന് ഈ കുടുംബത്തിൻ്റെ എല്ലാ സൽപ്പേരും കളയാനാണ് ശ്രമിച്ചത്. ഈ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണ് നോക്കിയത്. അതുകൊണ്ട് ഇനി എന്തായാലും അത് നടക്കില്ല. നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും നന്ദു കളക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും എനിക്ക് കറക്റ്റായിട്ട് അറിയുകയും ചെയ്യാം. നിങ്ങളിനി ഈ അനന്തപുരിയിൽ, അതുകൊണ്ട് നിങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധം ഇനി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഇവിടെ ആർക്കും താല്പര്യമില്ലെന്ന് പറയുകയാണ്. അച്ഛനോടും അമ്മയോടും ഞാൻ പറഞ്ഞോളാം ഈ കാര്യങ്ങളെല്ലാം. അതുകൊണ്ട് അനിയുടെ ജീവിതത്തിൽ നിന്ന് നീ ഒഴിഞ്ഞു പോയേ പറ്റുള്ളൂ എന്നിങ്ങനെ തീർത്ത് പറയുകയാണ് ദേവയാനി. ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും ജാനകിയാണെങ്കിലും നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ജാനകിയാണെങ്കിലും അനാമികയോട് ചോദിക്കുന്നുണ്ട്, എടി വഞ്ചകി, നിന്നെയാണോ ഞാൻ ഇത്രയും നാൾ വിശ്വസിച്ചത്? ഇവിടെ എല്ലാവരും നിന്നെപ്പറ്റി പറഞ്ഞപ്പോഴും ഞാൻ അതൊന്നും കേൾക്കാതെ നിന്നെ ഞാൻ സപ്പോർട്ട് ചെയ്തു. നീയും എൻ്റെ മോനും ഒന്നിച്ച് സന്തോഷത്തോടെ ജീവിക്കണമെന്ന് ഞാൻ ഓർത്തു. എന്നിട്ടും നീയും നിന്റെ അച്ഛനും അമ്മയും കൂടെ ഞങ്ങൾ എല്ലാവരെയും ചതിക്കുകയായിരുന്നു അല്ലേടി. ഇനി നിന്നെ ഇവിടെ കണ്ടുപോകരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അനാമികയുടെ മുഖത്തിനിട്ട് ഒരൊറ്റ അടി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ജാനകിയും. ഇനി എൻ്റെ മോൻ്റെ ജീവിതത്തിൽ നീ വേണ്ട, ഇനി ഒരിക്കലും നിന്നെ മരുമകളായിട്ട് അംഗീകരിക്കാനും എനിക്ക് പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ജാനകിയാണെങ്കിലും അവിടെ നിന്ന് പോകുന്നുണ്ട്. നിവൃത്തിയില്ലാതെ വേണുവും രേവതിയും കൂടെ അനാമികയും കൂട്ടിയിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. എന്തായാലും അനിക്ക് ഡിവോഴ്സ് കൊടുക്കാൻ അനാമിക തയ്യാറല്ല. അനിക്ക് ഡിവോഴ്സ് കൊടുക്കാതെ തന്നെ നഷ്ടപരിഹാരം നല്ലൊരു തുകയാക്കി മേടിക്കാനായിട്ട് പ്ലാൻ ചെയ്യുകയാണ് നമ്മുടെ വേണുവും രേവതിയും അനാമിയും ഒക്കെ കൂടി. അങ്ങനെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.